അസ്സലാമു അലൈക്കും. നമ്മളിനി അടുത്ത ചാപ്റ്ററിലേക്ക്, 6ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ജുഡീഷ്യറി, നീതിന്യായ വിഭാഗം എന്നതാണ് ഈ അധ്യായത്തിൻ്റെ വിഷയം. നീതിന്യായ വിഭാഗം അല്ലെങ്കിൽ ജുഡീഷ്യറി എന്നൊക്കെ നമ്മൾ ഇടയ്ക്ക് കേൾക്കുന്ന ഒന്നായിരിക്കും. നമുക്കറിയാം, ജുഡീഷ്യറി കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നീതിന്യായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കോടതികളാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. കോടതി, അതുപോലെ തന്നെ കോടതിയിലെ ജഡ്ജിമാർ, അവരുടെ അവകാശങ്ങൾ, അവരുടെ കടമകൾ, അവരുടെ ധർമ്മങ്ങൾ, അവരുടെ നിയമന രീതികൾ, അവരുടെ പ്രാധാന്യമൊക്കെയാണ് അദ്ദേഹത്തെ പറയുന്നത്. ഇക്കാലത്ത് വളരെയധികം പ്രസക്തിയുള്ള വിഷയം കൂടിയാണ് ഈ ജുഡീഷ്യറി എന്ന വിഷയം. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, കർഷക സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ, സുപ്രീം കോടതി മിനിഞ്ഞാന്ന് കർഷക ബില്ല് സ്റ്റേ ചെയ്തു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് സ്റ്റേ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുമായിരിക്കില്ല. ഗവൺമെൻറ് നിയമം പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ വേണമെങ്കിൽ, അത് ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ, അതല്ലെങ്കിൽ ജനങ്ങൾക്ക് അത് ഇഷ്ടമായിട്ടില്ലെങ്കിൽ അത് തൽക്കാലം നിർത്തി വെക്കാനുള്ള ഈ ജുഡീഷ്യറിയുടെ അല്ലെങ്കിൽ കോടതികളുടെ അധികാരത്തിന് സ്റ്റേ എന്ന് പറയാം. ശരിക്കത്തെ എന്ത് ചെയ്യാൻ, അത് മറ്റു വിഷയമാണ്. അപ്പോൾ ഏതായാലും എന്ത് ചെയ്യാം, ജുഡീഷ്യറിക്ക് വളരെയധികം അധികാരങ്ങളുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. പലപ്പോഴും നമ്മൾ ഗവൺമെൻറ് ശരിക്കും 3 ഭാഗങ്ങളുണ്ട്. തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ഒന്നാമത്തെ നമ്മുടെ ഈ എക്സിക്യൂട്ടീവ് വെച്ചാൽ മന്ത്രിമാർ, രണ്ടാമത്തെ നിയമനിർമ്മാണ സഭ, നിയമനിർമ്മാണ സഭ, ലെജിസ്ലേച്ചർ എന്നുവെച്ചാൽ MP-മാരൊക്കെ ഉള്ള കഴിഞ്ഞ അദ്ദേഹത്തെ പറഞ്ഞത്. മൂന്നാമത്തെ ജുഡീഷ്യറി, കോടതികൾ ഉൾപ്പെടുന്ന ഈ സിസ്റ്റം. ഒരു രാജ്യത്തിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് കോടതികളൊക്കെ അല്ലെങ്കിൽ ജുഡീഷ്യറി അനിവാര്യമാണ്. നമുക്കറിയാം, ഗവൺമെൻറ് പലപ്പോഴും എന്ത് ചെയ്യണം, ഇപ്പോൾ ഇന്ത്യയിലെ കാണുന്ന മാതിരി തോന്നിയ മാതിരി ചിലപ്പോൾ ഭരിച്ചേക്കാം. ആ സമയത്ത് ഗവൺമെൻറ് നിയന്ത്രിക്കണമെങ്കിൽ കോടതി വേണ്ടിവരും. ഇപ്പോൾ കർഷക സമരം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കോടതി ഇടപെട്ടുകൊണ്ട് പിന്നെ എന്ത് ചെയ്യാണ് ഈ നിയമം, കർഷക ബില്ല് തൽക്കാലത്തേക്ക് മരവിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ പലപ്പോഴും ഗവൺമെൻറ് മോശമാകുന്ന സമയത്ത് ജനങ്ങൾക്ക് ഉള്ള ഏകരക്ഷാമാർഗമാണ് ഈ ജുഡീഷ്യറി. ഈ ജുഡീഷ്യറി മോശമായി കഴിഞ്ഞാൽ പിന്നെ രാജ്യത്തിൻ്റെ അവസ്ഥ വളരെയധികം മോശമായിരിക്കും. അപ്പോൾ ഏതായാലും ഈ ജുഡീഷ്യറിയെ കുറിച്ചാണ് നമ്മൾ പിന്നെ പറയാൻ പോകുന്നത്. നമുക്കറിയാം, ജുഡീഷ്യറിയുടെ ആവശ്യകത എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, മനുഷ്യന്മാർ പല വിഭാഗക്കാരാണ്. വളരെയധികം ശക്തിയുള്ളവരും ശക്തിയില്ലാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ പലപ്പോഴും ശക്തിയില്ലാത്തവരെ ആക്രമിക്കുന്ന സ്വഭാവം പണ്ടേ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ജനങ്ങൾക്ക് സംരക്ഷണം നൽകാനുള്ള ഒരു ഉപാധിയായിട്ടാണ് പണ്ട് കോടതികളൊക്കെ, ഈ രൂപത്തിലുള്ള കോടതികൾ പണ്ടില്ല. ഇതിൻ്റെ പോലെ എന്ത് ചെയ്യുക, നാട്ടുകൂട്ടങ്ങളായിട്ടും അതുപോലെ തന്നെ ഒരു ഗോത്ര വിചാരണ സമിതിയൊക്കെ ആയിട്ട് പല രൂപത്തിലും ഈ പേരും ഈ സിസ്റ്റവും ഈ ഒരു കുപ്പായും കോട്ടൊക്കെ ഈ അടുത്ത കാലത്താണ് ഉണ്ടായതെങ്കിൽ പോലും പണ്ടേ എന്ത് ചെയ്യാണ്, മനുഷ്യ സംഭവങ്ങൾക്കിടയിൽ അവരുടെ നീതിന്യായം നോക്കാൻ വേണ്ടിയിട്ട് ചില കാരണന്മാരും ഒക്കെ എന്ത് ചെയ്യും ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അവർ ചെയ്യുന്ന പണി തന്നെയാണ് ഇപ്പോൾ കുറച്ചും കൂടി ഒരു ഔപചാരികമായിട്ട് ഇപ്പോൾ കോടതികൾ ചെയ്യുന്നത്. അതിൻ്റെ എന്ത് ചെയ്യാണ്, നിയമരീതിയിലോ മറ്റും വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ഏകദേശം എന്ത് ചെയ്യാണ്, അവിടെ ഫംഗ്ഷൻ സമൂഹത്തിൽ അവർ ചെയ്യുന്ന ജോലി ഒന്ന് തന്നെയാണ്. വെച്ചാൽ സമൂഹങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ വ്യക്തികൾക്കിടയിൽ നീതി പുലർത്താൻ വേണ്ടി ശ്രമിക്കുക എന്നതാണ് കോടതികളുടെ അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ ജോലി. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഈ അധ്യായത്തിൽ കടക്കാൻ പോകുന്നത്. അദ്ദേഹത്തിലെ ഒന്നാമത്തെ ടോപ്പിക്കാണ് ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി. എന്ന് വെച്ചാൽ എക്സിക്യൂട്ടീവ്, മന്ത്രിസഭ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് ജുഡീഷ്യറി സ്വതന്ത്രമായിരിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് എന്ത് ചെയ്യാണ് പറയുന്നതൊക്കെ ജുഡീഷ്യറി കേൾക്കുകയാണെങ്കിൽ പലപ്പോഴും ഒരു രാജ്യത്തിൻ്റെ അവസ്ഥ മോശമായിരിക്കും. പ്രത്യേകിച്ചും ഗവൺമെൻറ് എന്ത് ചെയ്യണം, മോശപ്പെട്ട ഗവൺമെൻറ് ആണെങ്കിൽ, അതല്ലെങ്കിൽ സ്വേച്ഛാപരമായിട്ട് ഭരിക്കുന്ന ഗവൺമെൻറ് ആണെങ്കിൽ എന്താക്കും, അവർ തോന്നിയ മതി നിയമം ഉണ്ടാക്കും, അതൊക്കെ നടപ്പിലാക്കേണ്ടി വരും. അപ്പോൾ അതിൽ നിന്ന് മാറി പണ്ടത്തെ സിസ്റ്റം അതായിരുന്നു. പണ്ട് കോടതിയും ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് 3 ഭാഗങ്ങളുണ്ട് തന്നെയല്ലോ. നിയമനിർമ്മാണ സഭ, അഥവാ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ഇപ്പോൾ നമ്മൾ പറയുന്ന ജുഡീഷ്യറി. പണ്ട് 3 ഒന്ന് തന്നെയാണ്. പണ്ട് 3 നടത്തിയ രാജാവിന് നിയമം ഉണ്ടാക്കും, രാജാവിനെ നടപ്പിലാക്കും. രാജാവ് തന്നെയാണ് ജുഡീഷ്യറി ആയിട്ട് ജഡ്ജായിട്ട് അത് സ്വീകരിക്കാത്തവരെ തലവെട്ടിക്കൊല്ലുന്ന ആൾക്കാർ, തലവെട്ടിക്കൊല്ലുന്നത്. ഒരുപാട് കാലത്തെ രാഷ്ട്രീയ സിദ്ധാന്തകന്മാരുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തന ഫലമായിട്ടാണ് പിൽക്കാലത്ത് ഈ സിസ്റ്റം മാറിയിട്ട് ഗവൺമെൻറ്റിനെ 3 തിരിച്ചത്. അപ്പോൾ 1 തിരിച്ചെന്ത് ചെയ്യും, രാജാവ് തോന്നിയ മതി നിയമം ഉണ്ടാക്കും, തോന്നിയ മതി നടപ്പിലാക്കും, തോന്നിയ മതി ശിക്ഷിക്കും. അത് മാറ്റിക്കൊണ്ട് എന്താക്കി, നിയമം ഉണ്ടാക്കിയ ഒരു വിഭാഗം, നടപ്പിലാക്കേണ്ട വേറെ വിഭാഗം, ശിക്ഷിക്കേണ്ട വേറെ വിഭാഗം എന്ന നിലക്ക് ഈ ആധുനിക 500 കൊല്ലമായിട്ടുള്ളൂ സമൂഹം ഇങ്ങനെ മാറിയിട്ടില്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയഘടന ഇങ്ങനെ മാറിയിട്ട് 500 കൊല്ലങ്ങളായിട്ടുള്ളൂ. അപ്പോൾ ഏതായാലും ജുഡീഷ്യറി സ്വാതന്ത്ര്യമായിരിക്കണം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്, ജുഡീഷ്യറി ഈ ഗവൺമെൻറ് 3ാമത്തെ ഭാഗമാണ്. ഈ ഭാഗം എന്ത് ചെയ്യണം, മറ്റു 2 ഭാഗത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കണം, അല്ലെങ്കിൽ മറ്റു 2 ഭാഗങ്ങൾക്കും ഇതിനെ സ്വാധീനിക്കാൻ പാടില്ല. അപ്പോൾ മോഡി എന്ത് ചെയ്യാണ്, കാർഷിക ബില്ല് നടപ്പിലാക്കിയ ശേഷം അതെന്ത് ചെയ്യണം, നിർബന്ധമായി നടപ്പിലാക്കണമെന്ന്, അല്ലെങ്കിൽ സമരം നടത്തുന്ന ആൾക്കാരെ പിടിച്ച് അറസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവരെ എന്ത് ചെയ്യണം, അവരോട് പോകാൻ പറ്റണമെന്ന് സുപ്രീം കോടതിയോട് പറയാൻ പാടില്ല. എന്ത് ചെയ്യും, പറയാൻ പാടില്ലാത്തതിന് കാരണം ജുഡീഷ്യറിക്ക് സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടാണ്. അപ്പോൾ ജുഡീഷ്യറി എന്ത് ചെയ്യാണ്, അവരെ നീതിന്യായം നോക്കുന്ന ആൾക്കാരാണ്.
ആര് അനീതി പ്രവർത്തിച്ചാലും അതിനെ ചോദ്യം ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിനെ പിന്നെ ശിക്ഷിക്കാനുള്ള അല്ലെങ്കിൽ അത് വിലക്കാനുള്ള അധികാരം ജുഡീഷ്യറിക്ക് വേണം. അത് പാർലമെന്റ് ആയാലും അത് മന്ത്രിസഭയായാലും അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആയാലും രാഷ്ട്രപതി ആയാലും എന്താണ് അവരുടെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് മാറിയിട്ട് അല്ലെങ്കിൽ അവരുടെ അധികാര പരിധിയിൽ നിന്ന് മാറിയിട്ട് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അധികാരം ജുഡീഷ്യറിക്ക് വേണം. എന്നിരുന്നാൽ രാജ്യത്തിൻ്റെ ജനാധിപത്യം അല്ലെങ്കിൽ രാജ്യത്തെ നീതിന്യായ പ്രവർത്തനങ്ങൾക്ക് സുഖമായിട്ട് നടക്കണം. അപ്പം അതിൻ്റെ ഫലമായിട്ട് ലോകമെമ്പാടും ഇപ്പോൾ ഒരു സ്വതന്ത്ര ജുഡീഷ്യറി എന്ന കാഴ്ചപ്പാട് വെച്ച് പുറത്തുന്നുണ്ട്. ഭൂരിഭാഗം രാജ്യങ്ങളിൽ ജുഡീഷ്യറി സ്വതന്ത്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലും ഏകദേശം അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം എങ്ങനെ സംരക്ഷിക്കാമെന്ന അടുത്ത ടോപ്പിക്കിലേക്കാണ്. ജുഡീഷ്യറിക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് നമ്മൾ പറഞ്ഞത് ജുഡീഷ്യറിക്ക് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ മാത്രമേ കാര്യമായിട്ട് ജനാധിപത്യ രീതി അല്ലെങ്കിൽ ഒരു സുതാര്യമായ അല്ലെങ്കിൽ നീതിയുക്തമായിട്ടുള്ള ഭരണം ഉണ്ടാകുള്ളൂ. അത് ഉറപ്പാണ്. അപ്പോൾ ഇനി ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം ആവശ്യമാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം എങ്ങനെയൊക്കെയാണ് സംരക്ഷിക്കപ്പെടുന്നത്, പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ നിന്നാണ് പറയാൻ പോകുന്നത്. എങ്ങനെയാണ് ഇന്ത്യയിൽ ജുഡീഷ്യറിക്ക് അല്ലെങ്കിൽ കോടതികൾക്ക് അല്ലെങ്കിൽ ജഡ്ജിമാർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് ഗവൺമെൻറ്റിന് അവരെ തടുക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഗവൺമെൻറ്റിന് അവരെ സ്വാധീനിക്കാൻ പറ്റാത്തത്, അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പണക്കാർക്കവരെ സ്വാധീനിക്കാൻ പറ്റാത്തത്. അപ്പോൾ അതിന് ചില കാര്യം കണ്ട് ചില പ്രത്യേക വകുപ്പ് ഭരണഘടന ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ജുഡീഷ്യറി മറ്റു വ്യക്തികളിൽ നിന്നും അല്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് അവരെയൊക്കെ എന്ത് ചെയ്യാണ് പിന്നെ നീതിയോടെ വിധിക്കാനുള്ള ഒരു കഴിവ് ജുഡീഷ്യറി കിട്ടിയിട്ടുണ്ട്. ജുഡീഷ്യറിയുടെ ഈ പരമാധികാരം അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ ഈ നല്ല സ്വാതന്ത്ര്യം അതിൻ്റെ കാരണങ്ങൾ ഭരണഘടന പറയുന്ന ചില കാരണങ്ങൾ കൊണ്ടാണ്, അല്ല ഭരണഘടനയിൽ ഉൾപ്പെടുത്തി ചില വകുപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ ഉള്ളത് കൊണ്ടാണ് ജുഡീഷ്യറിക്ക് ഇപ്പോൾ സ്വാതന്ത്ര്യവും പരമാധികാരവും ഉള്ളത്. ആ കാര്യങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ എന്ന് വെച്ചാൽ ജുഡീഷ്യറിക്ക് സ്വാതന്ത്ര്യം ലഭിക്കാനുള്ള അല്ലെങ്കിൽ ജുഡീഷ്യറിക്ക് പരമാധികാരം ലഭിക്കാനുള്ള ഒന്നാമത്തെ കാരണമാണ് അതിൻ്റെ നിയമന രീതി. എന്ന് വെച്ചാൽ ജുഡീഷ്യറിയെ അല്ലെങ്കിൽ ജഡ്ജിമാരെ നിയമിക്കുന്ന രീതി. അപ്പോൾ ജഡ്ജിമാരെ എന്ത് ചെയ്യാണ്, മന്ത്രിമാർക്ക് തോന്നിയ മതി നിയമിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ തോന്നിയ മതി പിടിച്ചുവിടും ചെയ്യും. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ അവരെ നമ്മൾ ഒരാൾ നിയമിച്ചാൽ എന്ത് ചെയ്യും, അത് നമ്മൾ പറയുന്ന കേൾക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ആ രൂപത്തിലല്ല ഈ ജഡ്ജിമാരെ നിയമിക്കുക. അപ്പോൾ മുഖ്യമന്ത്രി തൻ്റെ ഈ പ്രൈവറ്റ് സെക്രട്ടറി നിയമിക്കുന്ന മാതിരി അല്ല ജഡ്ജിമാരെ നിയമിക്കുക. ആ നിയമനത്തിന് ചില മര്യാദകളും അതുപോലെ തന്നെ ചില ഘട്ടങ്ങളും പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. അതേക്കുറിച്ച് നമ്മൾ പിന്നീട് പറയുന്നുണ്ട്. ഇതെല്ലാം നിയമ രീതിയിൽ തന്നെ സുപ്രീം കോടതികളുടെ അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ പരമാധികാര സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് എന്ത് ചെയ്യാൻ രാഷ്ട്രീയ താല്പര്യം നോക്കിയിട്ടോ അതല്ലെങ്കിൽ അവരുടെ വിധേയത്തെ നോക്കിയിട്ടൊന്നുമല്ല ഈ ജഡ്ജിമാരെ നിയമിക്കാൻ പ്രത്യേക പാനലും അതുപോലെ തന്നെ പ്രത്യേക പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ നിയമ രീതിയിൽ തന്നെ ഈ ജുഡീഷ്യറിക്ക് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. എന്നുവെച്ചാൽ നിയമരീതി സ്വാതന്ത്ര്യം നൽകാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ നിയമരീതി ആർക്കും ജുഡീഷ്യറിയെ അല്ലെങ്കിൽ ആർക്കും ജഡ്ജിമാരെ സ്വാധീനിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള നിയമരീതിയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ പിടിച്ച് കണ്ട് ജഡ്ജിയാക്കാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഏറ്റവും സീനിയറായ വ്യക്തി ആയിരിക്കണം ജഡ്ജി എന്നൊക്കെ പറയുന്നത്, പിന്നെ ചീഫ് ജസ്റ്റിസ് എന്നൊക്കെ പിന്നെ നിബന്ധന ഉണ്ട്. അപ്പോൾ മോഡിക്ക് എന്ത് ചെയ്യാണ്, മോഡി പറയുന്നതൊക്കെ കേൾക്കുന്നതിനെ പിടിച്ച് കണ്ട് ചീഫ് ജസ്റ്റിസ് ആക്കാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ നിയമരീതിയുടെ ചില ഈ ചിട്ടവട്ടങ്ങൾ ഷർത്തുകളും ഫർദുകളുണ്ട്. ആ ഷർത്തുകളും ഫർദുകളും കാണിക്കുന്നത് എന്താണ്, നിയമരീതിയിൽ യാതൊരുവിധ കൃത്രിമവും യാതൊരു തട്ടിപ്പും നടത്താൻ പറ്റില്ല. ഏറ്റവും യോഗ്യനായ വ്യക്തിയെ മാത്രമേ നിയമിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും യോഗ്യനായ വ്യക്തി പലപ്പോഴും എന്ത് ഗവൺമെൻറ് എതിരെയൊക്കെ ചിലപ്പോൾ പറയും. അപ്പോൾ ഇത് നിയമരീതിയിലുള്ള ഈ കർക്കശ്യം, നിയമരീതിയിലുള്ള ഈ ഒരു ചിട്ടകൾ അത് ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യവും പരമാധികാരവും സംരക്ഷിക്കുന്ന രൂപത്തിലുള്ളതാണ്. ഈ രണ്ടാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. എന്നുവെച്ചാൽ ജുഡീഷ്യറിക്ക് സ്വാതന്ത്ര്യം നൽകുന്ന അല്ലെങ്കിൽ ജുഡീഷ്യറിക്ക് പരമാധികാരം നൽകുന്ന രണ്ടാമത്തെ കാരണമാണ് നിശ്ചിതമായ ഔദ്യോഗിക കാലാവധി. ചില കൃത്യമായിട്ടുള്ള കാലാവധി കൊടുക്കുന്നുണ്ട്. അതിന് മുമ്പ് ജഡ്ജിമാരൊന്നും പിടിച്ചിടാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാണ്, ഈ ജഡ്ജിമാരെ പേടിപ്പിച്ച് കാണും പ്രധാനമന്ത്രിക്ക് ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ അതിനെ പിടിച്ച് പുറത്താക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ജഡ്ജിമാർക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാണ്, ഒരു കാലാവധി ഉണ്ട്. വിരമിക്കൽ പിന്നെ പ്രായം എത്തുന്നവരെ എന്ത് ചെയ്യാണ്, അവർ തുടരും. പിന്നെ അപൂർവ കേസുകൾ മാത്രമേ പുറത്താക്കാൻ പറ്റുള്ളൂ. അതൊന്നും എളുപ്പമല്ല. ആ വിരമിക്കുന്നവരെ എന്ത് ചെയ്യാണ്, അവരത് തുടരും. അതിനെ പുറത്താക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്തായി അവർക്ക് ധൈര്യമായിട്ട് പ്രവർത്തിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പിന്നെ ഗവൺമെൻറ് പ്രവർത്തിച്ചാൽ എന്നെ പുറത്താക്കാനുള്ള അധികാരം ഗവൺമെൻറ് ഇല്ല എന്ന് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഒരു നീതിപൂർവ്വം പ്രവർത്തിക്കും. അതേ മറിച്ച് ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ വിധി ഗവൺമെൻറ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ വിധി വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ വിധി രാഷ്ട്രീയ പാർട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അദ്ദേഹം എന്നെ പുറത്താക്കുമെന്ന് പേടിക്കുകയാണെങ്കിൽ എന്താവും, ഈ ജഡ്ജിമാർക്ക് പേടിയായിരിക്കും. അപ്പോൾ അവർ സത്യസന്ധമായിട്ട് വിധിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഗവൺമെൻറ് ഓഫീസർമാർക്ക് പേടിയുണ്ടാവും. ഗവൺമെൻറ് ഓഫീസർമാർക്ക് ഗവൺമെൻറ് ഇഷ്ടപ്പെടാത്ത പ്രവർത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ആ രൂപത്തിലൊന്നും എന്തില്ല, എന്നെ ചിലപ്പോൾ പിടിച്ച് പുറത്താൽ സസ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റും. എന്നാൽ ജഡ്ജിമാരെ പിടിച്ച് സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിശ്ചിതമായ ഔദ്യോഗിക കാലാവധി ഉണ്ട്, വിരമിക്ക പ്രായമുണ്ട്. ആ പ്രായം എത്തുന്നത് വരെ എന്താ അവർക്ക് തുടരാൻ പറ്റും. അങ്ങനെയൊന്നും അവരെ പിടിച്ച് പുറത്താക്കാൻ പറ്റില്ല. അപ്പോൾ ജോലി പോകുമെന്ന പേടി കാരണം അവർക്ക് തെറ്റിന് കൂട്ടു നിൽക്കേണ്ടി വരില്ല എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി മൂന്നാമത്തെ ഒരു കാരണം, ജുഡീഷ്യറിക്ക് സ്വാതന്ത്ര്യമുള്ള അല്ലെങ്കിൽ ജുഡീഷ്യറിക്ക് പരമാധികാരം നൽകുന്ന മൂന്നാമത്തെ കാരണമാണ് സാമ്പത്തിക ആശ്രയത്വത്തിൻ്റെ അഭാവം. എന്നുവെച്ചാൽ സാമ്പത്തികമായിട്ട് ആരെയും ആശ്രയിക്കേണ്ട ആവശ്യം ജഡ്ജിമാർക്കില്ല. നമ്മുടെ ഭരണഘടന തന്നെ പറയുന്നതാണ്,
ഏറ്റവും കൂടുതൽ ശമ്പളം ഈ ജസ്റ്റിസുമാർക്ക് കൊടുക്കണം എന്നാണ്. ജഡ്ജിമാർക്ക് നല്ല ശമ്പളം കൊടുക്കണം. പലപ്പോഴും എന്താണ് ഈ ജഡ്ജിമാരെ സ്വാധീനിക്കുക പലപ്പോഴും നമ്മൾ കൈക്കൂലിയൊക്കെ പോകുന്ന എന്താണ് പൈസക്ക് ആവശ്യം ഉള്ളതുകൊണ്ടാണല്ലോ. ജഡ്ജിമാർക്കാണെങ്കിൽ ഏറ്റവും നല്ല ശമ്പളം ഉണ്ടാവും. അപ്പോൾ അവർക്ക് കൈക്കൂലിയുടെ ആവശ്യം വരില്ല, അവർക്ക് പണത്തിൻ്റെ ആവശ്യം വരില്ല. ആ രൂപത്തിൽ എന്ത് ചെയ്യും, അവർക്ക് സ്വന്തമായി ജീവിക്കാനുള്ള നല്ല സാലറി, ഏറ്റവും നല്ല സാലറി ഈ ജഡ്ജിമാർക്ക് സുപ്രീം കോടതി തന്നെ പറയുന്നുണ്ട് കൊടുക്കണമെന്ന്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇവർക്ക് എന്തില്ല, അഴിമതി നടത്തി, പിന്നെ അഴിമതിക്ക് കൂട്ടിവെക്കേണ്ട ആവശ്യമില്ല, കൈക്കൂലി വാങ്ങേണ്ട ആവശ്യമില്ല. ഈ നാലാമത്തെയാണ് വ്യക്തിപരമായ വിമർശനങ്ങളിൽ നിന്നുള്ള പ്രതിരോധം. അതായത് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും കോടതി ഇലക്ഷൻ എന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ കോടതി ഇലക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ജഡ്ജിമാരെ നേരിട്ട് വിമർശിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാണ്, ജഡ്ജിമാർക്ക് പേടി വേണ്ട, അവരെ ആരും വിമർശിക്കില്ല, അവരാരും ഇതിൻ്റെ പരോക്ഷമായി തെറി വിളിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പ്രധാനമന്ത്രി എന്ത് ചെയ്യാണ് വിമർശിക്കാം, പ്രധാനമന്ത്രിയെ കുറിച്ച് പോസ്റ്റൊക്കെ ചെയ്താൽ. എന്നാൽ നമ്മൾ ഒരു കാർട്ടൂണിലൊന്നും അല്ലെങ്കിൽ പോസ്റ്ററിലൊന്നും അല്ലെങ്കിൽ ഫ്ലക്സിലൊന്നും നമ്മൾ ഈ ചീഫ് ജസ്റ്റിസുമാരെ അല്ലെങ്കിൽ ജഡ്ജിമാരെ ഒന്ന് വിമർശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കളിയാക്കിക്കൊണ്ടോ എന്തില്ല ഒന്നും രേഖപ്പെടുത്തില്ല. കാരണം അത് നിയമം എടുത്തുമാണ് കോടതി ഇലക്ഷൻ അറിയും. അപ്പോൾ കോടതി വിധിയെ അല്ലെങ്കിൽ കോടതി എന്തിയാണ് നമ്മുടെ ജഡ്ജിമാരെ അവരൊന്നും പിന്നെ പ്രത്യക്ഷമായി വിമർശിക്കാൻ പാടില്ല, അതൊരു കേസാണ്. അപ്പോൾ അങ്ങനെ ഇവർക്ക് എന്തായി വിമർശനങ്ങളിൽ നിന്ന് പ്രതിരോധം കിട്ടിയിട്ടുണ്ട്. അവരെ ആരും വിമർശിക്കൂല, അല്ലെങ്കിൽ അവരെ ആരും എന്തില്ല ആക്ഷേപിക്കൂല, ആരും ആക്രമിക്കൂല. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യണം, അങ്ങനെ ആ പേടിൻ്റെ ആവശ്യമില്ല. സത്യസന്ധമായിട്ട് ധൈര്യത്തോടെ തന്നെ എന്ത് ചെയ്യും, അവർക്ക് തീരുമാനമെടുക്കാനുള്ള ഒരു അവകാശം, ഒരു സാഹചര്യം ഈ ഒരു ഒരു കാര്യം നൽകുന്നുണ്ട്. ഇനി അഞ്ചാമത്തെയാണ് കോടതിക്ക് പരമാധികാരം നൽകുന്ന അല്ലെങ്കിൽ കോടതികൾക്ക് അല്ലെങ്കിൽ ജുഡീഷ്യറിക്ക് സ്വാതന്ത്ര്യം നൽകുന്ന അഞ്ചാമത്തെ കാരണമാണ് എക്സിക്യൂട്ടീവിനെ ജുഡീഷ്യറിയിൽ നിന്ന് വേർതിരിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മന്ത്രിസഭയ്ക്ക് ജുഡീഷ്യറി നമ്മൾ ബന്ധമില്ല. ചില പിന്നെ MLA-മാരും വേണമെന്നല്ലോ. അപ്പോൾ അതിന് എന്ത് ചെയ്യാണ്, ഒരു മന്ത്രിമാർക്ക് ഇവരെ നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാണ്, ജുഡീഷ്യറി തികച്ചും വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്. മന്ത്രിമാർക്ക് അവിടെ സ്വാധീനിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ എന്ത് ചെയ്യണം, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും, പലപ്പോഴും ഗവൺമെൻറ് ആണല്ലോ സ്വേച്ഛാപരമായിട്ട് പെരുമാറുക. അപ്പോൾ ഗവൺമെൻറ്റിലെ അംഗങ്ങൾക്ക് അഥവാ മന്ത്രിമാർക്ക്, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്കും രാഷ്ട്രപതിക്കൊന്നും സുപ്രീം കോടതി അല്ലെങ്കിൽ പിന്നെ ഹൈക്കോടതികൾ അല്ലെങ്കിൽ കോടതികളൊന്നും എന്തില്ല സ്വാധീനിക്കാൻ പറ്റില്ല. അവർ പരമമായിട്ട് എന്ത് ചെയ്യാണ്, വേർതിരിഞ്ഞ് നിൽക്കുന്ന, ഗവൺമെൻറ്റിൽ നിന്ന് മാറി നിൽക്കുന്ന, സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്. എന്നുവെച്ചാൽ മുഖ്യധാര ഗവൺമെൻറ് കൊണ്ട് ഉദ്ദേശിക്കുന്ന നമ്മൾ എക്സിക്യൂട്ടീവിൽ നിന്ന് മാറി നിൽക്കുന്ന അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭയിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേക ഏജൻറ്റാണ്. അവരെ സ്വാധീനിക്കാൻ മറ്റുള്ളവർക്ക് സാധ്യമല്ല. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ പറഞ്ഞത്. ജുഡീഷ്യറിയുടെ ആവശ്യകത നമ്മൾ പറഞ്ഞു. ജുഡീഷ്യറി വേണം, ഇരുന്നാലും ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കുകയുള്ളൂ. അപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇക്കാലത്തെ ആധുനിക രാജ്യങ്ങളിലൊക്കെ ജുഡീഷ്യറിക്ക് പരമാധികാരമുണ്ട്, കോടതികൾക്ക് പരമാധികാരമുണ്ട്, അല്ലെങ്കിൽ കോടതികൾക്ക് പരിപൂർണമായ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിന് എന്ത് ചെയ്യാണ്, സ്വാതന്ത്ര്യം കിട്ടുന്നത് അവർക്ക് ചില കാര്യങ്ങളിലൂടെയാണ്. ആ കാര്യങ്ങളാണ് പറയുന്നത് നിയമരീതിയിൽ ആർക്കും സ്വാധീനിക്കാൻ പറ്റില്ല. ചില ചിട്ടവട്ടങ്ങളുണ്ട്. ആ ചിട്ടവട്ടങ്ങൾ കഴിഞ്ഞ ശേഷം മാത്രമേ ഗവൺമെൻറ് ഈ ജുഡീഷ്യറി നിയമിക്കാൻ സാധ്യമാവുകയുള്ളൂ. നിയമനത്തിൽ എന്തില്ല, നമുക്ക് ഇഷ്ടമുള്ള വ്യക്തികളെ നിയമിക്കുന്ന പരിപാടി നടക്കില്ല. അതുപോലെ നിശ്ചിതമായ ഔദ്യോഗിക കാലാവധി ഉണ്ട്. ഈ കാലാവധിക്ക് മുമ്പ് അവരെ പിരിച്ചുവിടാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെ ജോലി പോകുമെന്ന് പേടിച്ചുകൊണ്ട് അവർക്ക് തട്ടിപ്പിന് കൂട്ടി നിൽക്കേണ്ടി വരില്ല. അതുപോലെ തന്നെ സാമ്പത്തിക ആശ്രയത്തിൻ്റെ അഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല സാലറി കൊടുക്കണമെന്ന് ഭരണഘടന പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കൈക്കൂലി അഴിമതി ആശ്രയിക്കേണ്ടി വരില്ല. അതുപോലെ തന്നെ വ്യക്തിപരമായ വിമർശനങ്ങളിൽ നിന്നുള്ള പ്രതിരോധം ഈ കോടതി ഇലക്ഷൻ എന്നൊരു വകുപ്പ് തന്നെയുണ്ട്. അപ്പോൾ കോടതിയെ കുറ്റപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ കുറ്റപ്പെടുത്തൽ പേടിച്ചുകൊണ്ട് അവർക്ക് എന്തില്ല അസത്യത്തിന് അല്ലെങ്കിൽ അനീതിക്ക് കൂട്ടി നിൽക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറിൽ നിന്ന് വേർതിരിക്കുക. ചില മന്ത്രിസഭയ്ക്ക് യാതൊരുവിധ ഉത്തരവാദിത്വം അല്ലെങ്കിൽ മന്ത്രിസഭയോട് യാതൊരുവിധ ഉത്തരവാദിത്വം ജുഡീഷ്യറിക്കില്ല. അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാവുന്നതാണ്. അതുകൊണ്ട് എന്തില്ല പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ ഭയക്കേണ്ട ആവശ്യമില്ല. സ്വതന്ത്രമായിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ പറ്റും.